തെലങ്കാനയിൽ റെയിൽവേ ട്രാക്കിലൂടെ കാർ ഓടിച്ച് യുവതി 7 കിലോമീറ്ററോളം യുവതി ട്രാക്കിലൂടെ കാറിൽ സഞ്ചരിച്ചു. ഏറെ പണിപെട്ട് കാർ നിർത്തിച്ചപ്പോൾ നഞ്ചക്ക് ഉപയോഗിച്ച് യുവതി പോലീസിനെ ആക്രമിച്ചു. ആദ്യം ദൃശ്യങ്ങളിലേക്ക്. റഹീസ് ചേരുന്നു. റഹീസ്, റോഡിൽ ആവശ്യത്തിന് സ്ഥലമില്ലാത്തത് കൊണ്ടാണോ ട്രാക്കിലൂടെ യുവതി വാഹനവുമായി ഓടിയത്? എന്താണ് ആ യുവതിയുടെ ഉദ്ദേശം? എന്തൊക്കെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം? സ്വബോധത്തിലായിരുന്നു യുവതി ആദ്യം? സുഹൈൽ, ഈ യുവതി സ്വബോധത്തിലല്ലായിരുന്നു എന്നാണ് പോലീസ് ഇപ്പോൾ നൽകുന്ന വിവരം. ഏതാണ്ട് റെയിൽവേ ട്രാക്കിലൂടെ കാർ റേസ് നടത്തുന്ന അതേ വേഗതയിൽ, അങ്ങനെ ഒരു മത്സരത്തിൽ പങ്കെടുക്കുന്ന വേഗതയിലാണ് യുവതി കാർ ഓടിച്ചു പോയത്. ഏതാണ്ട് അരമണിക്കൂർ റെയിൽവേ അധികൃതരും കണ്ടുനിന്ന നാട്ടുകാരുമൊക്കെ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാതെ വളരെ കുഴുങ്ങിയിട്ടുണ്ട്. ശേഷം ഇവരെ പിടിച്ചു നിർത്താൻ പെട്ട പാടും പോലീസ് വിശദീകരിക്കുന്നുണ്ട്. എന്തായാലും തെലങ്കാനയിലാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. കൊണ്ടക്കൽ ഒപ്പം ശങ്കരപ്പള്ളി റൂട്ട്, ആ റെയിൽവേ ട്രാക്കിലെ റൂട്ടിലാണ് ഇത്തരത്തിൽ അരമണിക്കൂറോളം യുവതി തൻ്റെ കാർ ഓടിച്ച് കളിച്ചത്. 34-കാരിയാണ് യുവതി എന്ന് പോലീസ് പറയുന്നുണ്ട്. ഉത്തർപ്രദേശ് സ്വദേശിയാണ്. ഇവിടെ തെലങ്കാനയിൽ ഒരു IT കമ്പനിയിലാണ് ഇവർ ജോലി ചെയ്യുന്നതെന്നും പോലീസ് പറയുന്നുണ്ട്. പേര് വിവരങ്ങൾ നിലവിൽ പുറത്തുവിട്ടിട്ടില്ല. കാരണം ഇവർക്ക് മാനസിക അസ്വാസ്ഥ്യമുണ്ടോ അതോ ഇനി ലഹരിക്ക് അടിമയാണോ എന്നുള്ള കാര്യം പോലീസ് പരിശോധിച്ചു വരികയാണ്. നിലവിൽ ഇവർ ഡിവോഴ്സ്ഡ് ആണ്, ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് എന്നുള്ള വിവരമാണ് ആദ്യഘട്ടത്തിൽ നൽകിയിരിക്കുന്നത്. ഇവരെ പിടിച്ചു നിർത്താൻ പല പണിയും പോലീസ് പയറ്റി നോക്കി. നാട്ടുകാരൊക്കെ ചേർന്ന് വാഹനം തടഞ്ഞു നിർത്താൻ ശ്രമിച്ചു. പക്ഷെ അവരെയൊക്കെയും ഇടിച്ച് തെറിപ്പിക്കുന്ന തരത്തിലേക്ക് വാഹനം ഓടിച്ച് ഒരേ വേഗതയിൽ എപ്പോഴും ഇങ്ങനെ വേഗം കൂട്ടി ഒരു തരത്തിലും വണ്ടി നിർത്തില്ല എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇവർ യാത്ര ചെയ്തത്. ഇതിൻ്റെ ഭാഗമായി സത്യത്തിൽ ഏതാണ്ട് 12 ട്രെയിനുകളാണ് വഴിതിരിച്ചു വിട്ടത്. അരമണിക്കൂറോളം ഈ ട്രാക്ക്, അത് ബംഗളൂരുവിലേക്കും ബോംബെയിലേക്കും ഒക്കെ ഉള്ള പാതയാണ്. അത് ഏതാണ്ട് അരമണിക്കൂറോളം പൂർണ്ണമായും ഏതാണ്ട് തടസ്സപ്പെടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയി. ഇവർ എങ്ങോട്ടാണ് വാഹനം ഓടിച്ചു കയറ്റുന്നതെന്ന് പോലും പോലീസിന് അറിയാൻ പറ്റാത്ത അത്രയും റെയിൽവേ അധികൃതരൊക്കെ വലിയ പണിപെട്ടു. എന്തായാലും ഇപ്പോൾ നിലവിൽ കസ്റ്റഡിയിലാണ്. നഞ്ചക്ക് കൊണ്ട് ആക്രമിച്ചതിൽ പോലീസുകാർക്കും പരിക്കേറ്റിട്ടുണ്ട്. ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുമുണ്ട്. സുഹൈൽ.